മാർക്കറ്റിൽ ചെന്നപ്പോൾ നിറച്ചും ചാളയാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ചാള തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഒരു 1/2 കിലോ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ കയ്യോട് കൂടി അതങ്ങാട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ അതൊന്ന് തക്കാളി ഇട്ട് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാളയായിരുന്നു കേട്ടോ. നല്ല മുട്ടയുള്ള ചാളയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നോർത്തു തക്കാളി ഇട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതേ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് മൂക്കണ നേരം കൊണ്ട് കുറച്ച് കപ്പ ഇരിക്കണുണ്ടായിരുന്നേ. അത് ഞാനൊന്ന് കുക്കറിലിട്ട് വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ പീരൂതിക്ക് എടുക്കൂലേ, കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ ഈ തേങ്ങയും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ചെടുക്കൂലേ, അതേപോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാളയും തിളപ്പിച്ചതും കപ്പയും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഈ കുഴാന്ന രീതിയിൽ കപ്പ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ തക്കാളി വഴറ്റാണ്ടാണ് കേട്ടോ വെച്ചേക്കണത്. ഇങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു തക്കാളി ഒന്ന് വേകാനായിട്ട് ഒരിത്തിരി സമയം കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യമുള്ള ഒരിത്തിരി വിനാഗിരിയും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ചാളയൊക്കെ പെറുക്കിയിടാം കേട്ടോ. അതിൽ നിന്ന് ഒരു 2 ചാള എടുത്ത് ഞാൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടാണ് കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് അങ്ങോട്ട് പെറുക്കിയല്ല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ.